മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതിന് സാമ്പത്തിക ചെലവേറെയെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇക്കാരണത്താലാണ് സ്പോൺസർമാരെ തേടിയത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്മാറിയതായി സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അറിയിച്ചിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ല എന്നുള്ള അർത്ഥം അതിൽ പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ഭാരിച്ച ചിലവുള്ളതാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പണം കായിക വകുപ്പിൻ്റെ ബഡ്ജറ്റിലും അപ്പുറത്താണ്. അപ്പോൾ അതിന് സ്പോൺസർമാർ നിർബന്ധമാണ്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം മാനിച്ച് സ്പോൺസർമാർ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങളിലൊന്നും ഇടവരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സ്പോൺസർ അവർ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് എലിജിബിളല്ല. അവർക്ക് വിദേശ കറൻസി അയക്കാൻ കഴിയുന്ന വിഭാഗമല്ല. അത് ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ രണ്ടാമത് സ്പോൺസറെ നോക്കിയത്. പക്ഷേ ഇതിന് റിസർവ് ബാങ്കിന് അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ ആ പണം നമ്മളെ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ അതെല്ലാം